ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസുകളിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് IP അഡ്രസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് നമ്മൾ അതായത് ക്വസ്റ്റ്യൻസിലൂടെയാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. കൂടുതൽ തിയറി ബേസ് പഠിക്കുന്നതിനേക്കാൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. ഇങ്ങനെയുള്ള എക്സാമുകൾ എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇടുന്നതാണ്. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പുതിയ ക്ലാസ്സുകൾ എടുക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് IP അഡ്രസിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പോവാം. IP അഡ്രസ് ഓഫ് 172.16.13.5 with a 255.255.255.128 subnet mask. What is your class of address, subnet address and broadcast address? നമ്മൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്നെറ്റ് മാസ്കും IP അഡ്രസ്സും ബിറ്റ് വൈസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സബ്നെറ്റ് അഡ്രസ് കിട്ടുമെന്ന്. പക്ഷെ നമ്മളത് പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് കിട്ടില്ല. ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് നമ്മൾ ആദ്യമേ വർക്ക്ഔട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഈസി വേ അല്ലെങ്കിൽ ഈസി മെത്തേഡ് നമ്മൾ കണ്ടുവച്ചിരിക്കണം. എങ്കിൽ മാത്രമേ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ 255 ഏതെങ്കിലും ഒരു എക്സുമായി ബിറ്റ് വൈസ് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ എക്സ് തന്നെയായിരിക്കും. അതുപോലെ 0 ആൻഡ് എക്സ് ആണെങ്കിൽ 0 ആയിരിക്കും ആൻസർ. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് യുവർ ക്ലാസ് ഓഫ് അഡ്രസ്? അത് നമുക്ക് തന്ന IP അഡ്രസ് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. 0 to 127 ക്ലാസ് എയും 128 to 191 ക്ലാസ് ബിയുമാണ്. അപ്പൊ 191ന്റെ അകത്താണല്ലോ 172, അതായത് 128 to 172 അതിനകത്താണ് വരുന്നത്, 191ന്റെ അകത്ത് വരുന്നത്. അതുകൊണ്ട് ഇതൊരു ക്ലാസ് ബി അഡ്രസ് ആണ്. അപ്പൊ ആദ്യത്തെ പാർട്ടിന് ആൻസർ ക്ലാസ് ബി എന്നാണ്. പിന്നെ അടുത്തത് സബ്നെറ്റ് അഡ്രസ്. അപ്പൊ സബ്നെറ്റ് അഡ്രസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് IP അഡ്രസ്സും സബ്നെറ്റ് മാസ്കും കൂടി നമുക്ക് ബിറ്റ് വൈസ് ആഡ് ചെയ്യണം. ഇവിടെ ആദ്യത്തെ 3 ഒക്ടറ്റും 255 ആയതുകൊണ്ട് നമ്മൾ അതിന്റെ ബൈനറി ഫോർമാറ്റിൽ എഴുതേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ എക്സ് തന്നെയായിരിക്കും അതിന്റെ സബ്നെറ്റ് നെറ്റ്വർക്ക് അഡ്രസ്, സബ്നെറ്റ് അഡ്രസ് ഈ എക്സ് തന്നെയായിരിക്കും. 172.16.13. ഇനിയുള്ളതിന്റെ ബൈനറി ഫോർമാറ്റിൽ എഴുതുക. അതായത് 5 എന്നുള്ളത് ഒക്ടറ്റ് ആയിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ 101 ലാസ്റ്റ് വരും. പിന്നെ ഇവിടെ 128 നമ്മൾ ഈസി വേയിൽ എഴുതുന്നത് പറഞ്ഞിരുന്നു. അപ്പൊ ആദ്യത്തെ പാർട്ട് മാത്രമേ 1 വരുന്നുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ബിറ്റ് വൈസ് ആഡ് ചെയ്ത് ഇവിടെ ബിറ്റ് വൈസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 0 and 1 പറഞ്ഞാൽ 0 തന്നെ. അപ്പൊ ഇതിലെല്ലാം ഇവിടെ 0 and 0 ആണ്, 0 and 1 ഇതൊക്കെ 0 ആണ്. ഇവിടെ 1 and 0 അതും 0. അപ്പൊ കംപ്ലീറ്റ് ഒക്ടന് 0 തന്നെ കിട്ടും. അപ്പൊ അതെന്താണ്? അതിന്റെ സബ്നെറ്റ് അഡ്രസ് എന്ന് പറഞ്ഞത് 172.16.13. ഇത് 0 തന്നെ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രോഡ്കാസ്റ്റ് അഡ്രസ്. നമ്മൾ തിയററ്റിക്കലി പഠിക്കുമ്പോൾ ലാസ്റ്റ് IP അഡ്രസ് ആണ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ്. പക്ഷെ അത് നമുക്ക് ഒരു വർക്ക്ഔട്ട് ചെയ്യാണ്ട് നമുക്കത് മനസ്സിലാവില്ല. അത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഇതാണ് സ്റ്റാർട്ടിങ് സബ്നെറ്റ് അഡ്രസ്. ഇനി ഇതിന്റെ ലാസ്റ്റ് IP അഡ്രസ് എന്ന് പറഞ്ഞാൽ അടുത്ത സൈസ് ഓഫ് സബ്നെറ്റ് ഉണ്ടാവും. ഇതാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്. ഇനി ഇതിന്റെ സൈസ് ഓഫ് സബ്നെറ്റും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഈ ലാസ്റ്റ് അഡ്രസ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സൈസ് ഓഫ് സബ്നെറ്റ് എങ്ങനെ കിട്ടും? സബ്നെറ്റ് മാസ്കിലെ നമ്പർ ഓഫ് സീറോസ്, അതായത് 2 നമ്പർ ഓഫ് സീറോസ് ആണ് സൈസ് ഓഫ് സബ്നെറ്റ്. ഇവിടെ സബ്നെറ്റ് മാസ്കിൽ എത്ര സീറോസ് ഉണ്ട്? 7 സീറോസ് ആണ് ഉള്ളത്. അപ്പം അത് 128 ആണ്. 2�7 എന്ന് പറഞ്ഞാൽ 128. അപ്പൊ സൈസ് ഓഫ് സബ്നെറ്റ് 128 ആണ്. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-യിലാണ്. അപ്പൊ 0-യിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് 128 വരില്ലല്ലോ, 127 ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് അഡ്രസ് എന്ത് വരും? 172.16.13. എത്ര? 127. ഇതാണ് ലാസ്റ്റ് IP അഡ്രസ്, അതായത് ബ്രോഡ്കാസ്റ്റ് അഡ്രസ്. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. The IP address 192.168.192.10/29. How many hosts can have an IP address on the LAN attached to the
റൂട്ടർ ഇന്റർഫേസ്. ഇവിടെ ഇതെന്താണ്? ഇതാണ് ക്ലാസ്ലെസ് അഡ്രസ്. ഈ 29 എന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ 29 ബൈനറി ബിറ്റുകളും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? നെറ്റ്വർക്കിനെ റെപ്രസെന്റ് ചെയ്യാൻ. അത് ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ആദ്യം തന്നെ ഇതിനെ ബൈനറി ഫോർമാറ്റിൽ എഴുതിയിട്ട് അതിലെ 29 പാർട്ട് നമ്മൾ ഫിക്സ്ഡ് ആക്കി വെക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് 29 എന്ന് എന്ത് മനസ്സിലാക്കാം? 29 എന്ന് പറഞ്ഞാൽ 8 8 8 8 ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം അങ്ങനെ നോക്കുന്നത്. ഇത് 24 ആയല്ലോ. ഇനി എത്ര പാർട്ടും കൂടി വേണം? ഒരു 5 ബിറ്റും കൂടി ചേർന്നാലാണ് 29. എന്തുകൊണ്ടാണ് 8? ഇത് ഒക്ടറ്റ് IP അഡ്രസ് എല്ലാം ഒക്ടറ്റ് ആണല്ലോ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒക്ടറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ 29 എത്തണമെങ്കിൽ ആദ്യത്തേതിന്റെ ഒന്നും ബൈനറി ആക്കേണ്ട ആവശ്യമില്ല. 24 വരെ ആ കംപ്ലീറ്റ് ഒക്ടറ്റ് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ടുള്ളത് ബൈനറി ഫോർമാറ്റിൽ 5 ബിറ്റും കൂടി വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 192 അതിനെ ബൈനറി ആയി റെപ്രസെന്റ് ചെയ്യണ്ട. കാരണം ഈ 3 3 ഒക്ടറ്റും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഫിക്സ്ഡ് ആണ്. അപ്പൊ 3 ഒക്ടറ്റ് അവിടെ നിന്ന്. പിന്നെ 10 മാത്രം ബൈനറി ആയി റെപ്രസെന്റ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ 4 0 ആണ്. പിന്നെ 1010 അതാണ് 10. അപ്പോൾ ഇവിടെ 24 ആയി. 24 ബിറ്റ് ആയാലും 5 ബിറ്റും കൂടിയാണ് വേണ്ടത്. ഇത്രയും ഫിക്സ്ഡ് ആണ്. ഇത് നെറ്റ്വർക്ക് ഐഡി ആണ്. ഈ 29 എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ബിറ്റ് ഇവിടെ ഇത്രയും നമ്മൾ യൂസ് ചെയ്തു. ഇനി ഒരു 3 ബിറ്റ് ആണ് ഹോസ്റ്റ് പാർട്ട്. അപ്പോൾ IP അഡ്രസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ വരുന്ന ഈ ഹോസ്റ്റ് ബിറ്റ് ആണ് 2 ആ ഹോസ്റ്റ് ബിറ്റ് ആണ് എത്ര IP അഡ്രസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഇവിടെ ഹോസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് കണ്ടിരുന്നു. ഇതിൽ നിന്ന് 2 മൈനസ് ചെയ്യണം. ആദ്യത്തെയും ലാസ്റ്റും IP അഡ്രസ് യൂസബിൾ അല്ല. ഹോസ്റ്റിന് യൂസബിൾ അല്ലാത്തതുകൊണ്ട് 8 - 2 6 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ സബ്നെറ്റ് മാസ്ക് is 255.255.248.0. മാക്സിമം നമ്പർ ഓഫ് ഹോസ്റ്റ് പെർ സബ്നെറ്റ്. ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അത് 0 ആണ്. 2⁻0 ആണ്. നമ്മൾ മാക്സിമം നമ്പർ ഓഫ് IP അഡ്രസ്സും പിന്നെ അതിൽ 2 എണ്ണം കുറഞ്ഞാലാണ് ഹോസ്റ്റിന് യൂസബിൾ ആയ IP അഡ്രസ് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ 255 നമ്മൾ നോക്കണ്ട. എന്താ വെച്ചാൽ കംപ്ലീറ്റ് ആ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിട്ട് 1 വരുമ്പോഴാണ് 255 വരുന്നത്. അതുകൊണ്ട് ഹോസ്റ്റിന് അത് ആവശ്യമില്ല. ഇതൊക്കെ നെറ്റ്വർക്ക് പാർട്ടാണ്. ഇനി 248 മുതൽ നമുക്കത് ബൈനറിയായി റെപ്രസെന്റ് ചെയ്യാം. 248 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 ഒക്ടറ്റിലെ ആദ്യത്തെ 5 പാർട്ടും 1 ആയി വരുന്നതാണ് 248. പിന്നെ കംപ്ലീറ്റ് 0. അപ്പോൾ മാക്സിമം ഹോസ്റ്റ് അല്ലേ? ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അത് 0 ആണ്. 2 ടോട്ടൽ നമ്പർ ഓഫ് 0 എത്ര ഉണ്ട്? ഇത് ഫുൾ 8 zeros ആണ്. 9 10 11. ഇത് ഇത്രയും IP അഡ്രസ്സുകൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇത്രയും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഹോസ്റ്റിന് എന്ന് പറയുന്നത് 2⁻11 - 2 ആയിരിക്കും. അതിന്റെ ആൻസർ 2046. ഇതുപോലെ തന്നെ സെയിം ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എ ക്ലാസ് B നെറ്റ്വർക്ക് ഓൺ ദ ഇന്റർനെറ്റ് ഹാസ് എ സബ്നെറ്റ് മാസ്ക് ഓഫ് 255.255.240.0. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഹോസ്റ്റ് പെർ സബ്നെറ്റ്? ഇപ്പോൾ 255 എന്നുള്ളത് നമ്മൾ ബൈനറിയിൽ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ 240 എങ്ങനെ? ആദ്യത്തെ 4 ഒക്ടറ്റിലെ ആദ്യത്തെ 4 പാർട്ടും 1 വരുന്നതാണ് 240. ഇത് ബൈനറി ആയി റെപ്രസെന്റ് ചെയ്തു. പിന്നെ അടുത്തത് 0. അപ്പൊ ടോട്ടൽ സീറോസ് എത്രയാണ്? 8 zeros, 9 10 11 12. 212 zeros ഉണ്ട്. ഇത്രയും IP അഡ്രസ് ഉണ്ട്. ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ 212 - 2 ചെയ്യണം. 4094. ഇത്രയാണ് ഇന്നത്തെ നമ്മൾ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ IP സബ്നെറ്റ് മാസ്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിലെ കുറെ ഇതുവരെ വന്ന ക്വസ്റ്റ്യൻസുകൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും അടുത്തൊരു ഭാഗവുമായി കാണാം.